ഇന്ന് ഞാൻ കൗക്കസസ് യൂണിവേഴ്സിറ്റിയിലെ മെഡിസിൻ്റെ കുട്ടികൾ ക്ലിനിക്കൽസ് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. In the world, this is only one certified. Only this clinic has this machine. Yes. ജോർജിയയിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിലും ഇപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ CUൻ്റെ അണ്ടറിലൊക്കെ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. അതിലൊന്നാണ് ഇത്. അപ്പോൾ ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെഷീനറിയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ഹോസ്പിറ്റലുകളാണ് പലതും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൗക്കസസ് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റലായിട്ടുള്ള സർജറിയും അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ക്ലിനിക്കൽസ് നടക്കുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കൗക്കസസ് യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ സ്റ്റാഫാണ്. Can you introduce yourself? Hi, my name is Mika. I'm from Caucasus University, Medicine Manager. Nice to meet you all, guys. ഇതുകൂടാതെ 27ഓളം വേറെയും ക്ലിനിക്കുകൾ കൗക്കസസ് യൂണിവേഴ്സിറ്റിക്ക്. ജോർജിയയിൽ സാധാരണ ഓരോ സ്പെഷ്യാലിറ്റിക്ക് ഓരോ ഹോസ്പിറ്റൽ എന്ന പോലെയാണ് ഉണ്ടാവാറുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ സ്പെഷ്യാലിറ്റീസും ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവുമല്ലോ. പക്ഷേ യൂറോപ്പിലെ മോസ്റ്റ് കൺട്രീസിലൊക്കെ ഓരോ സ്പെഷ്യാലിറ്റിക്ക് ഓരോ ഹോസ്പിറ്റൽ എന്ന പോലെ ഉണ്ടാവുക. ഇപ്പോൾ ഡെർമറ്റോളജി ആണ് നമുക്കിന്ന് ക്ലിനിക്കൽസ് എങ്കിൽ നമ്മൾ നാഷണൽ സെൻട്രൽ ഫോർ ഡെർമറ്റോളജിയിലേക്കാണ് പോവുക. അതല്ല സർജറി ആണെങ്കിൽ നാഷണൽ സെൻറ്റർ ഫോർ സർജറിയിലേക്കാണ് പോവുക. ഇങ്ങനെ ഓരോ സ്പെഷ്യാലിറ്റിക്കും ഓരോ ഹോസ്പിറ്റലുണ്ട്. ആ ഒരു സ്പെഷ്യാലിറ്റിയുടെ ക്ലിനിക്കൽസ് വരുന്ന സമയത്ത് അതാത് ഹോസ്പിറ്റലിലേക്ക് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പോകണം. സാധാരണ ജോർജിയയിൽ നിന്നല്ല എല്ലാ സ്ഥലത്തും പേഷ്യൻസിൻ്റെ ഫേസ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ, കാരണം പേഷ്യൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാറില്ല. ഞാൻ പെർമിഷൻ എടുത്തതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് കാണിക്കാൻ പറ്റില്ല. പേഷ്യൻസ് ഇല്ലാത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കാൻ പറ്റുള്ളൂ. നമ്മൾ മുന്നേ പോയ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ ഓരോ ഫ്ലോറിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. സർട്ടിഫൈഡ് ഓങ്കോളജി ക്ലിനിക് ഇൻ ജോർജിയ. Not is a word. In the world, this is only one certified. ഇത് എത്തോസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI ഡ്രിവൻ റേഡിയോ തെറാപ്പി മെഷീനാണ്. ഈ ഒരു മെഷീനറി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഏഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ജോർജിയയിലേക്ക് വരാറുണ്ട്. This is from machine from 2023. It's a new one. Okay. They are using from oncology, urology, gynecology patients. ഇവിടെ ഓരോ ഹോസ്പിറ്റലിലും പല പല സ്റ്റുഡൻസ് ഉണ്ടാവും, പല പല യൂണിവേഴ്സിറ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ കൗക്കസസ് യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റുഡൻസ് മാത്രമല്ല വേറെയും യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ക്ലിനിക്കൽസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ICU. നമ്മളിപ്പോൾ ഉള്ളത് റേഡിയോ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിൻ്റെ റൂമിൻ്റെ മുന്നിലാണ്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് അഡ്വാൻസ്ഡ് റേഡിയോ തെറാപ്പി ട്രീറ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്രൂബീം ഉള്ളത്. ഈ ഒരു റേഡിയേഷൻ തെറാപ്പി സിസ്റ്റം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ്. ബ്രെയിന്, ലങ്സ്, ഹെഡ് ആൻഡ് നെക്ക്, ലിവർ, അബ്ഡോമിൻ, ഇങ്ങനെ ഒരുപാട് ഭാഗത്തുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു മെഷീൻ ഉപയോഗിക്കാറുണ്ട്. Only this clinic has this machine. Yes. ജോർജിയയിലെ തന്നെ ചുരുക്കം ചില ഹോസ്പിറ്റലിൽ മാത്രമാണ് ഈ ടൈപ്പ് മെഷീനറികൾ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോയത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ റേഡിയോളജിയുടെ മെഷീനറികളാണ് നമ്മളിപ്പോൾ കണ്ടത്. അവർ പറയുന്നത് ജോർജിയയിൽ ഒറ്റ ഹോസ്പിറ്റലിൽ മാത്രമാണ് ഈ ഒരു മെഷീനറി ഉള്ളതെന്നാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനറി CT സ്കാനിന് വേണ്ടിയുള്ള മെഷീനറിയാണ്. അതിലെ തന്നെ മോഡേൺ മെഷീനാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് അറിയാം എന്തൊക്കെയാണ് കാര്യം. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നേരെ ഇപ്പോൾ MRI മെഷീൻ കാണാൻ വേണ്ടിയിട്ട് MRI ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പേഷ്യൻസ് ഉള്ളതുകൊണ്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ജസ്റ്റ് ഇവിടുന്ന് മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർ പറയണത് സോവിയറ്റ് യൂണിയൻ്റെ അണ്ടറിൽ തന്നെ ഈ ഒരു മെഷീനറിയുള്ള ഒരേ ക്ലിനിക്ക് ഇത് മാത്രമാണ്. സെൻട്രൽ ഏഷ്യയിലും റഷ്യയിലൊക്കെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. റഷ്യൻ്റെ അണ്ടറിലൊക്കെ ആ രാജ്യങ്ങളിൽ ഈ മെഷീൻ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ജോർജിയയിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിലും ഇപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ CUൻ്റെ അണ്ടറിലൊക്കെ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. അതിലൊന്നാണ് ഇത്. അപ്പോൾ ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെഷീനറിയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ഹോസ്പിറ്റലുകളാണ് പലതും. സാധാരണ ജോർജിയയിൽ നമ്മുടെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് പേഷ്യൻസിനോട് സംസാരിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പേഷ്യൻസിനോടും പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം ക്ലിനിക്കൽസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതേ സമയത്ത് നമുക്ക് ഭാഷ അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പേഷ്യൻസിനോട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ ക്ലിനിക്കൽസ് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും ജോർജിയൻ ഭാഷ പഠിക്കുന്നത് ക്ലിനിക്കൽസ് കൂടുതൽ കിട്ടാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അതിലായിരുന്നു കയറിയത്. എനിക്ക് തിരിച്ചിറങ്ങി ഇതിലെയാണ്. ഹൗ വി റീച്ച് അണ്ടർഗ്രൗണ്ട് ത്രൂ അണ്ടർഗ്രൗണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളെ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ നമ്മൾ കാണുന്നവരെ ശരിക്കും ഇത്രയേ ഉള്ളൂ ഹോസ്പിറ്റൽ. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു എന്താ ചെറിയ ഹോസ്പിറ്റലല്ലേ. ഈ ബിൽഡിങ്ങിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ട് ഇപ്പുറത്തെ ബിൽഡിങ്ങിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഈ രണ്ട് ബിൽഡിംഗ് തമ്മിൽ പുറത്തോടെ ഒരു കണക്ഷനുമില്ല. രണ്ടും ചെറിയ രണ്ട് ബിൽഡിംഗാണ്. പക്ഷേ ഇതിൻ്റെ അടിയിൽ കൂടെ നല്ല കണക്ഷനാണ്. അന്തർധാര സജീവമാണ്. ജോർജിയയിൽ ശരിക്കും ക്ലിനിക്കൽസ് കിട്ടുന്നില്ല എന്ന് പറയുന്ന കുട്ടികൾ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ എഫേർട്ട് അത്രമാത്രം ഇടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ ഡോക്ടേഴ്സ് ആരും നമുക്ക് ക്ലിനിക്കൽസ് വേണം, അല്ലെങ്കിൽ കൂടുതൽ പഠിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വരണ്ട അല്ലെങ്കിൽ നീ പഠിക്കണ്ട എന്നുള്ള രീതിയിൽ പറയില്ല. കാരണം അത്രയും കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും ഹോസ്പിറ്റൽസുമാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഭാഷ പഠിക്കുക, നല്ല രീതിയിൽ ആ ഓരോ സബ്ജക്റ്റ്
സബ്ജക്റ്റുകൾ നമ്മൾ പെർഫോം ചെയ്യുക. എന്നിട്ട് എന്താ വെച്ചാൽ ആ ഒരു സബ്ജക്റ്റ് എടുക്കുന്ന ഡോക്ടേഴ്സ് ആരാണോ അവരോട് തന്നെ പറഞ്ഞിട്ട് അവർ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമ്മൾ ക്ലിനിക്കൽസ് എടുത്താൽ തന്നെ ബെറ്റർ ആയിട്ടുള്ള ക്ലിനിക്കൽസിൽ ബെറ്റർ ആയിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് നമുക്ക് ജോർജിയയിൽ പഠിച്ചിറങ്ങാൻ പറ്റും. ഈ ഹോസ്പിറ്റലിൽ ഇവിടെ മാത്രമല്ല ബാക്ക് സൈഡിലും ഡിഫറൻറ്റ് ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ വലിയൊരു ക്ലിനിക്ക് തന്നെയാണ് ഇത് ഇവിടെ ഉള്ള. അപ്പോൾ നമ്മളോട് ഇത്രയും സമയം വരെ സ്പെൻഡ് ചെയ്ത് താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് us. താങ്ക് യു വെരി മച്ച്. See you. ബൈ.